പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ BA സോഷ്യോളജി സെക്കൻഡ് ഇയറിലെ ഹെൽത്ത് ആൻഡ് സൊസൈറ്റി എന്ന മൊഡ്യൂളിലെ ചാപ്റ്റർ 5 യൂണിറ്റ് 5 ഹെൽത്ത് പോളിസി ആൻഡ് പ്ലാനിംഗ് ഇൻ ഇന്ത്യ എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മുടെ കഴിഞ്ഞ പാഠഭാഗത്തിൽ എന്തൊക്കെയാണ് ഹെൽത്ത് സിസ്റ്റം ഇൻ ഇന്ത്യ എന്നതിനെക്കുറിച്ച് നമ്മൾ മുൻഭാഗത്ത് പറഞ്ഞതുപോലെ അതിൻ്റെ ഡെഫിനേഷനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഹെൽത്ത് സിസ്റ്റം റെഫേഴ്സ് ടു ദ വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, പേഴ്സണൽ ആൻഡ് അതർ ഓർഗനൈസേഷൻ ദാറ്റ് പ്രൊവൈഡ് ഹെൽത്ത് കെയർ ടു ആൻ ഇൻഡിവിജ്വൽ എന്നതിൽ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് നോക്കാൻ പോകുന്നത് എന്താണ് ഹെൽത്ത് കെയറിൻ്റെ വ്യത്യസ്തമായ പോളിസികൾ എന്തൊക്കെയാണ്, ഇന്ത്യൻ ഹെൽത്ത് സിസ്റ്റം എങ്ങനെയാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യയിൽ പ്രധാനമായിട്ടും സ്റ്റേറ്റ്, സെൻറ്റർ എന്നീ രീതിയിലുള്ള ക്വാസി ഫെഡറൽ സ്ട്രക്ചറാണ് ഇന്ത്യക്കുള്ളത്. അതുപോലെ തന്നെ കോൺകറൻ്റ് ആയിട്ടുള്ള 2 സ്റ്റേറ്റും സെൻട്രലും ഒരുമിച്ച് തീരുമാനിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഹോസ്പിറ്റൽ, പബ്ലിക് ഹെൽത്ത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സ്റ്റേറ്റിൻ്റെ ലിസ്റ്റിലാണ് വരിക. പിന്നെ ഫാമിലി പ്ലാനിങ്, അഡൾട്രേഷൻ അതൊക്കെ കോൺകറൻ്റ് ലിസ്റ്റിലാണ് വരിക. പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇതിൽ വരുന്നതാണ് ഹെൽത്ത് റിലേറ്റഡ് തീരുമാനങ്ങൾ, പിന്നെ ഡോക്യുമെൻറ്റ്സ്, നാഷണൽ പോളിസി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ എന്തെങ്കിലും പ്രധാനപ്പെട്ട രോഗങ്ങളായ മലേറിയ, ട്യൂബർക്കുലോസിസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കടന്നുപോയ COVID-19 അങ്ങനത്തെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്കൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റാണ് അതിന് തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുന്നത്. പിന്നെ ഹെൽത്ത് സിസ്റ്റം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റിൻ്റെയും മാത്രം തീരുമാനത്തിലല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ പ്രൈവറ്റ് പ്രാക്ടീഷണേഴ്സ്, ഉദാഹരണത്തിന് ഹെൽത്ത് കെയർ സർവീസിൽ ധാരാളം ആയിട്ടുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ, ക്ലിനിക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കോമൺ ആണ്. പിന്നെ പ്രധാനമായിട്ടും മറ്റൊരു മേഖലയാണ് ട്രഡീഷണൽ ആയിട്ടുള്ള ഹീലിംഗ് ഹെൽത്ത് സിസ്റ്റംസ്, ആയുർവേദ, സിദ്ധ, യൂനാനി, പിന്നെ നോൺ ബയോമെഡിക്കൽ സിസ്റ്റംസ്, അങ്ങനത്തെ ഹോമിയോപ്പതി, അങ്ങനത്തെ ധാരാളം സിസ്റ്റംസ് അതൊക്കെ പാടെ ഒരുമിച്ച് കൂട്ടിയിട്ട് 2014 ആയുഷ് എന്ന് പറഞ്ഞൊരു പേരിലൊരു മിനിസ്ട്രി 2014 രൂപം കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ധാരാളം ഈ രൂപത്തിലുള്ള ധാരാളം ഹെൽത്ത് കെയർ സെൻറ്റേഴ്സുകൾ, പിന്നെ മെഡിക്കൽ കോളേജുകൾ, മെഡിക്കൽ സെൻറ്റേഴ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ രൂപത്തിൽ രൂപം കൊണ്ടിട്ടുണ്ട്. പിന്നെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഹെൽത്ത് സിസ്റ്റം ഇൻ ഇന്ത്യയുടെ ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ ഹിസ്റ്ററിയാണ് അടുത്തത് പറയാൻ പോകുന്നത്. തുടക്കത്തിൽ തന്നെ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസായിട്ടുള്ള വിഹാരാസായിരുന്നു ഫസ്റ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ഹീലിങ്ങിന് സെൻട്രലായിട്ടുണ്ടായിരുന്നത്. പിന്നെ കൊളോണിയലിസത്തിൻ്റെ വരവോടുകൂടിയാണ് ഈ രൂപത്തിലേക്ക് അത് മാറിയത്. ആദ്യമായിട്ട് 16ാം സെഞ്ചുറിയിൽ റോയൽ ഹോസ്പിറ്റൽ, ഗോവയിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച റോയൽ ഹോസ്പിറ്റലാണ് ഫസ്റ്റ് ഹോസ്പിറ്റൽ. പിന്നെ 664 ഫ്രഞ്ച് പിന്നെ ഹോസ്പിറ്റൽ ഉണ്ടാക്കി. പിന്നെ ബ്രിട്ടീഷ് 1968 ഉണ്ടാക്കി. പിന്നെ 1785 മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിതമായി. പിന്നെ 1887 അങ്ങനത്തെ കുറേ പ്രവർത്തനങ്ങളുണ്ടായി. പിന്നെ 868 സിവിൽ മെഡിക്കൽ സർവീസ് സ്ഥാപിതമായി. അങ്ങനെ ധാരാളം മുന്നേറ്റങ്ങൾ നടന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ മോണ്ടഗ്യൂ ഷെംഫോർഡ് എന്ന പേരിൽ 1919 ഉണ്ടായ റിഫോമുകളിലൂടെ ആണ് ഒരു പബ്ലിക് ഹെൽത്തിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടായെന്ന് പറയുന്നത്. അതായത് സെൻട്രലിൻ്റെ കയ്യിൽ നിന്ന്, ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ജനങ്ങളിലേക്ക് ഹെൽത്തിനെ ഡീസെൻട്രലൈസേഷൻ ചെയ്തൊരു പ്രവർത്തനമാണ് അതോടുകൂടി തുടക്കം കുറിച്ചത്. പിന്നെ 1946 ബോറെ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി, പ്രധാനപ്പെട്ടൊരു ഹെൽത്തിൻ്റെ ഫീൽഡിൽ പ്രധാനപ്പെട്ട കമ്മിറ്റി നിലവിൽ വരികയും അവർ ഒരു സർവേ സ്ഥാപിക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്തത്. പിന്നീട് അടുത്തതായി പറയാൻ പോകുന്നത് ഇൻഡിപെൻഡൻസിൻ്റെ 1947 പ്രൈവറ്റ് സെക്ടറുകളൊക്കെ ഇതിന്ന് പൂർണ്ണമായിട്ട് നിരോധിച്ചിരുന്നു. ഒരിക്കലും പ്രൈവറ്റ് സെക്ടറിന് ഹെൽത്തിൽ അതോറിറ്റി ഇല്ലയെന്ന് പറഞ്ഞ് പൂർണ്ണമായി നിരോധിച്ചിരുന്നു. പക്ഷേ പിന്നീട് പ്രൈവറ്റൈസേഷൻ്റെ ഇതിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ 1980കളിലാണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ്റെ കാലത്തോടെയാണ് പ്രൈവറ്റിന് ഇങ്ങനത്തെ ഹെൽത്ത് സെക്ടറിൽ കൂടുതൽ ഇടം കൊടുക്കുകയും അതിലൂടെ അവർ ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്തത്.
അതോടുകൂടി ധാരാളം നോൺ പ്രോഫിറ്റബിളും പ്രോഫിറ്റബിളായിട്ടുള്ള ഓർഗനൈസേഷൻസ് ഉണ്ടാകുകയും പിന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഉണ്ടാകുകയും പിന്നെ ഇന്ത്യ പ്രധാനമായിട്ടും ഒരു വലിയ ഹോസ്പിറ്റൽ കേന്ദ്രമായിട്ട് മാറുകയും ചെയ്തു ഈ പ്രൈവറ്റൈസേഷൻ്റെ വരവോടുകൂടി. പിന്നെ 1978 ആൽമ ആട്ട ഡിക്ലറേഷൻ, അതിലൂടെ പബ്ലിക് ഹെൽത്തിന് വളരെ പ്രാധാന്യം നൽകി. അതായത് ജനങ്ങളുടെ പബ്ലിക്കായിട്ടുള്ള ഹെൽത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ഇതാക്കണം എന്നൊക്കെ രൂപത്തിൽ 1983 പിന്നീട് നാഷണൽ ഹെൽത്ത് പോളിസി രൂപീകരിക്കുന്നതിലേക്കും അത് നയിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ കമ്പോണൻസ് ഓഫ് ഹെൽത്ത് സിസ്റ്റം ഇൻ ഇന്ത്യ, ഇതാണ് പ്രധാനപ്പെട്ട ഹെഡിങ്ങാണ്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് പ്രൈമറി ഹെൽത്ത് സെക്ടർ, ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് സെൻറ്റർ, പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസ്. ഈ സംഭവങ്ങളെക്കുറിച്ചാണ് നമ്മൾ പിന്നീട് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് വിശദമായിട്ട് പിന്നീട് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു രത്ന ചുരുക്കമാണ് ഈ ഒരു ഹെഡിങ്ങിൽ സബ് ഹെഡിങ്ങൾ അങ്ങനത്തെ പോയിൻ്റ് ബുള്ളറ്റാക്കി കൊടുത്തിട്ടുള്ളത്. അത് ടേബിൾ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പിന്നെ ആദ്യമായിട്ട് പ്രൈമറി ഹെൽത്ത് കെയർ ആണ്. പ്രൈമറി ഹെൽത്ത് കെയറിൽ 1975 ആദ്യമായിട്ട് ഈ ഒരു 3 രൂപത്തിലുള്ള 3 ടയർ ഹെൽത്ത് കെയർ സിസ്റ്റം കൊണ്ടുവന്നത് 1975 ശ്രീവാസ്തവ കമ്മിറ്റിയാണ്. ആദ്യമായിട്ടുണ്ടായ കമ്മിറ്റിയാണത്. അപ്പോൾ അതിലൂടെ ജനങ്ങളുടെ കയ്യിൽ തന്നെ ജനങ്ങളുടെ ഹെൽത്തിൻ്റെ ഇതുകൾ കൊടുക്കുക. അതായത് ജനങ്ങൾ തന്നെ സ്വയം ഹെൽത്തിനെ കുറിച്ച് അവെയർ ആയിരിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് അത് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ആൽമ ആട്ട ഡിക്ലറേഷൻ ഓഫ് 1978, അത് 1978 അതോടുകൂടി ഗവൺമെൻറ്റിൻ്റെ അടുത്തുള്ള ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ടാകുന്ന ഹെൽത്ത് സെക്ടർ ജനങ്ങളിലേക്ക് കൂടി അത് വ്യാപിപ്പിക്കുകയാണ്. പിന്നെ WHO ഒരു ഹെൽത്ത് ഫോർ ആൾ ബൈ 2000 എന്നൊരു മോട്ടോക്ക് കീഴിൽ എല്ലാ ജനങ്ങൾക്കും 2000 ആരോഗ്യം ഉണ്ടായിരിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇതൊക്കെ പ്ലാനിങ് ഒക്കെ നടന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നടന്നത് പ്രധാനമായിട്ടും ആദ്യം പല ഏരിയകളിലായിട്ടാണ്. ആദ്യമായിട്ട് വില്ലേജ് ലെവലിൽ എല്ലാ വില്ലേജുകൾക്കും വില്ലേജ് ഹെൽത്ത് ഗൈഡുകൾ ഉണ്ടായി. 1977 ഉണ്ടായത്. അപ്പോൾ അതിൽ പരസ്പരം കമ്മ്യൂണിറ്റികളിൽ നമ്മൾ ഹെൽത്തിൻ്റെ കാര്യത്തിലും ഇതിലൊക്കെ പരസ്പരം ഒരു പീരീഡ് അവിടെയുള്ള ആൾക്കാർ, ഓരോ നാട്ടിലെ ആൾക്കാർ, പ്രധാനപ്പെട്ട വുമൻസിനൊക്കെ അവർക്ക് ഈ ഹെൽത്തിൻ്റെ ഫീൽഡിൽ ഇങ്ങനെ ട്രെയിനിങ് കൊടുത്തിട്ട് അവരെ ഇതിനൊക്കെ പ്രാപ്തരാക്കി. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഡിസീസിനൊക്കെ ഓലിനെ ചികിത്സിക്കുന്ന ഒരു രീതിയാണ് അത് അന്നുണ്ടായിരുന്നത് ഫസ്റ്റ്. പിന്നെ ലോക്കൽ ഡായിസാണ്, അതായത് ഈ നമ്മുടെ ഗർഭിണികളായ സ്ത്രീകളെയും പിന്നെ പ്രസവിച്ച സ്ത്രീകളെയും പ്രസവാനന്തര ശുശ്രൂഷകളൊക്കെ ചെയ്യുന്ന ഈ മെയ്ഡുകൾ ഉണ്ടാവുമല്ലോ, നമ്മുടെ ആയമാർ എന്നുള്ള സിസ്റ്റത്തിന് അവർക്ക് പ്രധാനപ്പെട്ട റോളുണ്ട് ഈ ഹെൽത്ത് കെയറിൽ. അപ്പോൾ അവർക്ക് എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് അവരെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് മെറ്റേണൽ കെയർ ചെയ്യുക എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് ലോക്കൽ ഡയാസിലൂടെ ഉണ്ടായത്. പിന്നെ അംഗൻവാടി വർക്കേഴ്സിലൂടെ കുട്ടികൾക്കുള്ള ഹെൽത്ത് പരമായിട്ടുള്ള ബെനിഫിറ്റുകൾ, ഈ കുത്തിവെപ്പ്, പിന്നെ അവർക്കുള്ള ന്യൂട്രീഷൻസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അംഗൻവാടി വർക്കർമാരിലൂടെ കൊടുക്കുകയുണ്ടായത്. പിന്നെ ആശാ വർക്കർ പറഞ്ഞാൽ 1000 ആൾക്കാർക്ക് ഒരു ആശാ വർക്കർ എന്ന രൂപത്തിൽ സൊസൈറ്റിയിൽ മൊത്തത്തിൽ തന്നെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഓരോ സർവേകൾ നടത്തിയിട്ടും ആൾക്കാർ ചോദിച്ചറിഞ്ഞിട്ടും ഇങ്ങനെ ഹെൽത്തിൻ്റെ മേഖലയിൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന ആശാ വർക്കർമാരുടെ ഒരു രൂപമാണ് ആശാ വർക്കർ എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ആദ്യമായിട്ട് വില്ലേജ് ലെവലിലാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെ രണ്ടാമത് സബ് സെൻറ്റർ ലെവൽ, അതായത് ഒരു സബ് സെൻറ്റർ പറഞ്ഞാൽ നമ്മുടെ ഒരു 2-3 വില്ലേജിൽ കൂടിയ രീതിയിൽ ഒരു ചെറിയ നഗരത്തിൻ്റെ ഒക്കെ രൂപത്തിലുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന ഈ ഹെൽത്ത് ഡെവലപ്മെൻറ്റ്സ് ആണ്. അതായത് നമ്മുടെ കുറേ സ്ഥാപനങ്ങൾ, മെറ്റേണൽ ഹെൽത്ത് കെയർ സെൻ്ററുകൾ, പിന്നെ ചൈൽഡ് ഹെൽത്ത് കെയർ, പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളിലൂടെ ഇങ്ങനത്തെ 1,57,921 സബ് സെൻറ്റേഴ്സ് ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അതായത് കുറേ നമ്മുടെ ഗ്രാമങ്ങളിൽ ഉള്ള ഹെൽത്തിൻ്റെ ഓരോ ഓഫീസുകളുണ്ടല്ലോ, ഓരോ ചെറിയ ആശുപത്രി, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നൊക്കെ പറഞ്ഞ രൂപത്തിലുള്ള സംഭവങ്ങൾ ധാരാളം ഉണ്ടായി. അതിന് കുറേ കാരണങ്ങൾ എന്തൊക്കെയാണ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു സാധനമാണ് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ലെവൽ, അതായത് PHC. അതായത് നമ്മുടെ നാടുകളിലേക്കുള്ള വലിയ
അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് എത്താതെ അതിൻ്റെ മുമ്പിൽ പ്രവർത്തിക്കുന്ന കുറേ ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ടാവില്ല, ഗവൺമെൻറ്റിലെ ചെറുകിട സ്ഥാപനങ്ങൾ, അങ്ങനത്തെ ഹോസ്പിറ്റലിൻ്റെ മേഖലകളിൽ അതിനെക്കുറിച്ചാണ് PHC എന്ന് പറയുക. അതായത് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ലെവലിലുള്ള ഓഫീസുകൾ, ഇങ്ങനത്തെ ഹെൽത്ത് കെയറുള്ള ഫെസിലിറ്റീസ് നൽകുന്ന സ്ഥലങ്ങൾ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യണത് എന്നൊക്കെ സംഭവങ്ങളാണ് പിന്നെ ഇതിൽ പറയണത്. പിന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ സെൻ്ററുകൾ CHC, അതായത് വിച്ച് ഇൻക്ലൂഡ് അതിലെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ സെക്കൻഡറി ലെവൽ ഹെൽത്ത് കെയർ ഉണ്ടായിരിക്കുക, അതായത് പ്രൈമറിനേക്കാളും കുറച്ചും പാടെ ഉയർന്ന രീതിയിലുള്ള ഹെൽത്ത് കെയർ ഉണ്ടായിരിക്കുക. അപ്പോൾ വിച്ച് ഇൻക്ലൂഡ് ഡിസ്ട്രിക്റ്റ് ഹോസ്പിറ്റൽ, സബ് ഡിസ്ട്രിക്റ്റ് ഹോസ്പിറ്റൽ അങ്ങനത്തേലേക്കൊക്കെ അവിടെ നിന്നാണ് കൈമാറുക. അതിനാണ് ഈ CHC എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ്സും സംഭവങ്ങളൊക്കെ അടി കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ഹെൽത്ത് കെയറിൻ്റെ റൂറൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൻ്റെ ഒരു മാപ്പ്, ഒരു രൂപം പിക്ചർ അടി കൊടുത്തിട്ടുണ്ട്. ആദ്യം സബ് സെൻറ്റേഴ്സ്, അതിൽ പ്രൈമറി ഹെൽത്ത് കെയറുള്ള ആൾക്കാരുണ്ടായിരിക്കുക, സബ് സെൻറ്റേഴ്സ്. പിന്നെ അതിന് പ്രൈമറി ഹെൽത്ത് കെയറുള്ള ആൾക്കാർക്ക് പോകും, പിന്നെ അതിന് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളിലേക്ക് പോകും, അതിന് ശേഷം വലിയ ഹെൽത്ത് സെൻ്റർ, അതൊക്കെ രാജ്യത്തുണ്ടാവുക. പിന്നെ ഹോസ്പിറ്റൽസാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. 3 ടയർ സിസ്റ്റത്തിൻ്റെ ഒരു രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകമാണ് ഹോസ്പിറ്റലുകൾ പറഞ്ഞാൽ. അതായത് ഗവൺമെൻറ്റാണ് പ്രധാനമായിട്ടും ഹോസ്പിറ്റലുകൾ ഉണ്ടാവുക. ഗവൺമെൻറ്റുകളിൽ ജില്ലയിൽ പിന്നെ താലൂക്ക് അങ്ങനത്തെ ലെവലിലൊക്കെ ഹോസ്പിറ്റലുകൾ ഉണ്ടാകും. പിന്നെ മെഡിക്കൽ കോളേജുകളും ഗവൺമെൻറ് കീഴിൽ ഉണ്ടാവണമെന്നാണ്. ഈ റൂറൽ ഹോസ്പിറ്റലുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ PHC സംഭവങ്ങളൊക്കെ, അതായത് ജനങ്ങൾക്കുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണ് അതൊക്കെ. ഡിസ്ട്രിക്റ്റ് ഹോസ്പിറ്റൽ നമ്മൾ താലൂക്ക് ഹോസ്പിറ്റൽ, ജില്ലാ ആശുപത്രികൾ, നമ്മുടെ ഓരോ നഗരങ്ങളിലുള്ള ജില്ലാ ആശുപത്രികൾക്കാണ് പറയുക. അവിടെ ഇങ്ങനത്തെ PHC, CHC പിന്നെ അങ്ങനത്തെ ഹോസ്പിറ്റലുകളിൽ നിന്നൊക്കെ റെഫർ ചെയ്യണ ഉയർന്ന തലങ്ങളിലേക്ക് എത്തുന്ന സംഭവമാണ് ജില്ലാ ആശുപത്രി പറഞ്ഞാൽ. അവിടെ പറഞ്ഞാൽ അവിടുന്ന് വൈക്കും വലിയ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്കൊക്കെ റെഫർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നല്ല ഫെസിലിറ്റീസുള്ള ആശുപത്രികളായിരിക്കും. പിന്നെ ആയുഷ് ഹോസ്പിറ്റൽ പറഞ്ഞാൽ ഹോമിയോപ്പതി, ആയുർവേദം, സിദ്ധ പിന്നെ അങ്ങനത്തെ യൂനാനി അങ്ങനത്തെ മേഖലകളിലുള്ള ഹോസ്പിറ്റലുകളാണ്. പിന്നെ ഡിഫൻസ് മെഡിക്കൽ സർവീസ്, പിന്നെ സൈന്യങ്ങളുടെ സൈനിക, നേവി, ആർമി, എയർഫോഴ്സ് അങ്ങനത്തെ ആൾക്കാർക്കുള്ള സൈനികർക്കുള്ള ഹോസ്പിറ്റലുകളാണത്. അതായത് 2018 112 മിലിറ്ററി ഹോസ്പിറ്റലുകൾ ഉണ്ടായിരുന്നു പറയുന്നത്. അതപ്പോൾ മിലിറ്ററി ഹോസ്പിറ്റൽസാണ് ഡിഫൻസ്. പിന്നെ റെയിൽവേ എംപ്ലോയീസ് ഹോസ്പിറ്റൽ, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പെൻസീവായ ഹെൽത്ത് സിസ്റ്റമാണത്. ഒരു 126 ഹോസ്പിറ്റൽസ് നെറ്റ്വർക്കാണ് അതുള്ളത്. അതായത് റെയിൽവേയിലുള്ള പ്രശ്നങ്ങൾ, റെയിൽവേ ശുചിത്വത്തോടെ കൊണ്ട് നടക്കുക, പിന്നെ ട്രെയിൻ അപകടങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ശുശ്രൂഷിക്കാനുള്ള ഹോസ്പിറ്റൽ സംവിധാനമാണത്. പിന്നെ പ്രധാനമായിട്ടും ഒരു ഇൻഷുറൻസിൻ്റെ സംഭവം ഈ റെയിൽവേ കൊണ്ടുവരുന്നുണ്ട്. അതാണ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ സംഭവങ്ങളൊക്കെ അത് പറയുന്നത്. പിന്നെ പ്രൈവറ്റ് സെക്ടറാണ് മൂന്നാമത്തെ ഒരു സംഭവമാണ്. പ്രൈവറ്റ് സെക്ടർ നമ്മുടെ രണ്ടാമത്തെ പറഞ്ഞ ഹോസ്പിറ്റലുകൾ, മൂന്നാമത്തത് പ്രൈവറ്റ് സെക്ടറാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ 1947 സ്വാതന്ത്ര്യം ലഭിക്കുന്ന കാലഘട്ടത്തിൽ ഗവൺമെൻറ് മാത്രമേ ഹോസ്പിറ്റലിൽ അധികാരം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടത് പ്രൈവറ്റൈസേഷൻ്റെ കാലത്താണ് പ്രൈവറ്റിന് ഹോസ്പിറ്റൽ അനുമതി കൊടുത്തത്. ഇപ്പോഴത്തെ കാലത്ത് GDPയിൽ 1% മാത്രമേ നമ്മുടെ രാജ്യത്ത് ഹെൽത്ത് ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണുള്ളൂ. പക്ഷേ ബ്രസീൽ, ചൈന രാജ്യങ്ങളിലൊക്കെ അതിനേക്കാൾ കൂടുതലാണ്, അതിൻ്റെ കണക്കൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹെൽത്ത് കെയർ ജനങ്ങൾ ഇത്രയും ഉള്ള സ്ഥലത്ത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തെ ആകെ കുറച്ചുള്ളത് കൊണ്ട് പ്രൈവറ്റ് സെക്ടറിൻ്റെ അത്യാവശ്യം വളരെ അധികമാണ് എന്നാണ് അതിലൂടെ പറയുന്നത്. അപ്പോൾ ഇൻഡിപെൻഡൻസിൻ്റെ ടൈമിൽ 10% മാത്രമേ ഒരു പ്രൈവറ്റ് സെക്ടർ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് 70% ജനങ്ങൾ പ്രൈവറ്റ് സെക്ടറിലേക്ക് മാറി. അതായത് 43,456 പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ഇന്ന് 2019 കാലഘട്ടത്തിൽ ഇന്ത്യയിലുള്ളത്. പക്ഷേ അത് ഗവൺമെൻറ് ആകുമ്പോൾ പബ്ലിക് ഹോസ്പിറ്റലാകുമ്പോൾ 25,000 അത്രയും കുറഞ്ഞു. പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് കൂടുതലെന്നാണ് പറയണത്. പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ GDPയുടെ 4.2% GDP പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ കയ്യിലാണ്. അതായത് അവരുടെ സംഭാവനയാണ് GDPയിൽ എന്ന് പറയുന്നത്.
പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ കുറേ പ്രശ്നങ്ങൾ പറയേണ്ടത് അതായത് വലിയ മാർജിനിലെ പൈസയാണ് അവിടെ ഈടാക്കുന്നത്. അപ്പോൾ പാവപ്പെട്ട ആൾക്കാർക്കൊന്നും അത് താങ്ങാൻ പറ്റില്ല. അതായത് 55 മില്യൺ ജനങ്ങൾ വരെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ പിടിച്ചുപറി കാരണം ബിലോ പോവർട്ടി ലെവലിലേക്ക് എത്തപ്പെട്ട ആൾക്കാരാണെന്ന് പറഞ്ഞു. പിന്നെ പ്രൈവറ്റ് ഹെൽത്ത് സെക്ടറിൽ 3 വിഭാഗങ്ങളുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുണ്ട്, പിന്നെ പ്രൈവറ്റ് സെൻറ്റേഴ്സ് ഉണ്ട്, ഡയഗ്നോസ് സർവീസസ് സെൻറ്റേഴ്സ് ഉണ്ട്, പിന്നെ പ്രൈവറ്റ് ഫാർമസീസ് ഉണ്ട്. പിന്നെ ഇന്ത്യയിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വേൾഡ് ക്ലാസ് ട്രീറ്റ്മെൻറ്റ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു വേൾഡിൻ്റെ ലെവലിൽ നോക്കുമ്പോൾ, അതായത് ലോകോത്തര നിലവാരത്തിൽ സർവീസുകൾ നൽകുമ്പോൾ തന്നെ അത് ബാക്കിയുള്ള രാജ്യങ്ങളെ തൊട്ട് അതിൻ്റെ ചിലവ് കുറവുമാണ്. അപ്പോൾ ആൾക്കാരൊക്കെ ഇന്ത്യയിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു മെഡിക്കൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറിയിട്ടുണ്ടെന്ന് പറയുന്നത്. പിന്നെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനത്തെ ഈ പ്രൈവറ്റ് സെക്ടറുകളിൽ അവിടെ ഉപകാരം കണ്ടെത്താൻ സാധിക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്, അമേരിക്കയിലെയും ഇന്ത്യയിലെയും ഓരോ സർജറികളുടെയൊക്കെ ഒരു റേറ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ പ്രൈവറ്റിൻ്റെ ഒരു ഇഷ്യൂ ആയിട്ട് പറയണത് എന്താണ്, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ പ്രധാന നഗരങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഗ്രാമങ്ങളിലെ ആൾക്കാർക്ക് എത്തിപ്പെടാൻ കഴിയില്ല. പിന്നെ മറ്റൊരു ഇഷ്യൂ ആണ് എന്താണ്, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ. ഇന്ത്യൻ ഗവൺമെൻറ് ഇങ്ങനത്തെ നിയമങ്ങൾ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ വലിയ പ്രശ്നത്തിലാണ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിലനിൽക്കുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻഡിജിനിയസ് ഹെൽത്ത് കെയർ പറഞ്ഞാൽ നമ്മുടെ ട്രഡീഷണലായ ഇന്ത്യയുടെ പ്രാദേശികമായ രീതിയിലുള്ള ഹെൽത്ത് കെയറുകളാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് ആയുർവേദം. ഇതല്ലേ സയൻസ് ഓഫ് ലൈഫ് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് അഥർവവേദം എന്ന് പറഞ്ഞാൽ നമ്മൾ വേദങ്ങളിൽ നിന്ന് രൂപം കൊണ്ടിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ അതിലൂടെ ഒരു ആയുർവേദപരമായിട്ടുള്ള പ്രകൃതിദത്തമായ ചികിത്സക്കാണ് ആയുർവേദം എന്ന് പറയുന്നത്. സിദ്ധയും പ്രധാനമായിട്ടും ആയുർവേദത്തിൻ്റെ ഒരു സംഭവം തന്നെയാണ്. അത് മനുഷ്യൻ്റെ ഫിസിക്കലായിട്ടുള്ള മോറലും സൈക്കോളജിക്കലായിട്ടുള്ള വെൽബീയിങ്ങിങ് 96 ഘടകങ്ങളെക്കുറിച്ച് അത് പറയുന്നുണ്ട്. അതും ഈ ആയുർവേദത്തിൻ്റെ ഒരു രൂപം തന്നെയാണ്. യുനാനി പറഞ്ഞാൽ ഗ്രീസിൽ നിന്ന് വന്നതാണ്. അറബുകളിലൂടെ ഇന്ത്യയിലേക്ക് കടന്നു വന്നൊരു സാധനമാണ്. പ്ലാന്റ് ബേസ്ഡ് തെറാപ്പിയാണ് യുനാനി എന്ന് പറയുന്നത്. പിന്നെ ഹോമിയോപ്പതി പറഞ്ഞാൽ ജർമ്മനായ ഒറിജിനുള്ള സംഭവമാണ്. അതായത് ഒരു ഇമ്മ്യൂണിറ്റി അങ്ങനത്തെ സംഭവങ്ങളെ കൂട്ടിക്കൊണ്ട് രോഗത്തെ നിയന്ത്രിക്കുന്ന സിസ്റ്റമാണ്. യോഗ പറഞ്ഞാൽ ആയുർവേദത്തിൻ്റെ മാതിരി തന്നെ അതൊരു തെറാപ്പി സിസ്റ്റമാണ് യോഗ എന്നുള്ളത്. പിന്നെ സോവ റിഗ്പ എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ ഏൻഷ്യൻ്റ് ടിബറ്റിൽ നിന്നൊക്കെ രൂപം കൊണ്ട രൂപത്തിലുള്ള ഒരു സംഭവമാണ്. പ്രിൻസിപ്പൽ ആയുർവേദത്തിലുള്ള രൂപത്തിലുള്ള സംഭവങ്ങൾ അതിലുള്ളത്. പിന്നെ നാച്ചുറോപ്പതി എന്ന് പറഞ്ഞാൽ ജർമ്മനിയിൽ രൂപം കൊണ്ടതാണ്. ഹൈഡ്രോ തെറാപ്പി, പിന്നെ ഹോമിയോപ്പതി, അതൊക്കെ മെർജ് ചെയ്തിട്ടുള്ള സംഭവമാണ് അതിലൂടെ ഉണ്ടാകുന്നത്. അപ്പോൾ നാഷണൽ സാമ്പിൾ സർവേയോടനുബന്ധിച്ചിട്ട് 2016 നടന്ന നാഷണൽ സാമ്പിൾ സർവേയോടനുബന്ധിച്ചിട്ട് 335 മില്യൺ ജനങ്ങളെ ഈ കാര്യങ്ങളിലൊക്കെ ഇൻഡിജിനസ് ആയിട്ടുള്ള മെഡിക്കൽ സിസ്റ്റത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ആയുർവേദം, പിന്നെ ഹോമിയോപ്പതി അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ. അപ്പോൾ ആയുഷ് കെയറിൻ്റെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകൾ 3598 ഹോസ്പിറ്റലുകളുണ്ട്. 25723 ഡിസ്പെൻസറികളും നിലവിൽ വന്നിട്ടുണ്ട് ധാരാളം. പിന്നെ വളണ്ടറി ഹെൽത്ത് ഏജൻസീസാണ് വളണ്ടറി ഹെൽത്ത് ഏജൻസീസ് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലല്ലാതെ പ്രൈവറ്റായിട്ട് തന്നെ ഒരു ഹെൽത്ത് ഏജൻസീസിൽ രൂപം കൊള്ളുന്നത്. അതായത് പാലിയേറ്റീവ് കെയർ, റെഡ് ക്രോസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഹെൽത്ത് ഏജൻസീസാണ് പറയുന്നത്. ഇൻഡിപെൻഡൻ്റ്, അവർക്ക് ഫണ്ടിങ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഗവൺമെൻറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ടാവില്ല. പിന്നെ എംപ്ലോയ്ഡ് ലേബർ ഉണ്ടാവില്ല. ആൾക്കാർ സ്വയം ഇഷ്ടത്തോടെ വരുന്ന പണിക്കാരായിരിക്കും അവിടെ ഉണ്ടാവുക. അവിടെ ലേബർ ഉണ്ടാവില്ല. അപ്പോൾ അത് പ്രധാനമായിട്ടും ഹെൽത്ത് കെയറിന് വലിയൊരു സർവീസ് നൽകുന്നുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെയാണ് ഇതോട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഹെൽത്ത് കെയർ സൊസൈറ്റിൻ്റെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് റെഡ് ക്രോസ് സൊസൈറ്റി, ഇന്ത്യൻ ലെപ്രസി അസോസിയേഷൻ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് ചൈൽഡ് വെൽഫെയർ, ഭാരത് സേവക് സമാജ്, അതൊക്കെ. പിന്നെ ഗ്ലോബലി ആയിട്ടുള്ള സംഭവങ്ങളാണ് യൂണിസെഫ്, പിന്നെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസുകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, അതായത് നാഷണലി ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള നടന്നിട്ടുള്ള പ്രോഗ്രാംസുകൾ കുറേ എണ്ണമുണ്ട്. നാഷണൽ ലെപ്രസി എറാഡിക്കേഷൻ പ്രോഗ്രാം, അങ്ങനത്തെ കുറേ ഉദാഹരണങ്ങൾ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയാൽ മതി.
പിന്നെ പ്രധാനമായിട്ടും പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസുകളെ കുറിച്ചാണ്. ഹെൽത്ത് ഇൻഷുറൻസ് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഹെൽത്ത് കെയറിൻ്റെ ഭാഗമാണ്. കാരണം പാവപ്പെട്ട ജനങ്ങൾക്ക് ഹെൽത്ത് ഫെസിലിറ്റീസ് എത്തിക്കുക എന്നുള്ള രൂപത്തിലാണ് ഹെൽത്ത് ഫിനാൻഷ്യൽ ഡിസ്ട്രസ്സിനെ തടയുക എന്നുള്ള രൂപത്തിലാണ് ഹെൽത്ത് ഇൻഷുറൻസുകൾ നിലനിൽക്കുന്നത്. അപ്പോൾ 2019-21 41% വീട്ടുകാരിലും ഒരാൾക്കെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ ഹെൽത്ത് പ്ലാനിങ് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള രൂപത്തിലൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ളൊരു ഐഡിയ, അതായത് ഹെൽത്ത് ഫോർ ആൾ എന്നുള്ളൊരു ഇതിൽ നിന്നാണ് ഇന്ത്യയുടെ ഒരു ഹെൽത്ത് പ്ലാനിങ്ങിൻ്റെ ഒരു ഘടകം എന്നാണ് പറയുന്നത്. അപ്പോൾ കമ്പോണൻസ് ഓഫ് ഹെൽത്ത് പ്ലാൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്, ഡാറ്റ കളക്ഷനാണ്, അനലൈസിസ്. അതായത് എന്തൊക്കെ ഹെൽത്ത് കെയറിൻ്റെ ഭാഗങ്ങളാണ് ഫോക്കസ് ചെയ്യേണ്ടത്, അതിൽ അനലൈസ് നടത്തുക. പിന്നെ ഒബ്ജക്റ്റീവ്സ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഫണ്ടിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം, അങ്ങനെ സംഭവങ്ങളാണ് അതിൽ പറയുന്നത്. പിന്നെ അസസ്മെൻ്റ് ഓഫ് റിസോഴ്സസ്, മണി, മാൻ പവർ, സ്കില്ല്, ടെക്നിക്ക്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എങ്ങനെ ഉപയോഗിക്കണം, ഹെൽത്ത് പ്ലാൻ എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ കുറിച്ചാണ്. പിന്നെ ഡിറ്റർമിനിങ് പ്രയോറിറ്റീസ്, അതായത് എന്ത് പ്രയോറിറ്റി ബേസ് ചെയ്തിട്ടാണ് ആൾക്കാർക്ക് കൊടുക്കേണ്ടത്, ആർക്ക് ഫസ്റ്റ്, അങ്ങനത്തെ സംഭവങ്ങളാണ് അതുപോലോട് പറയുന്നത്. പിന്നെ ഫോർമുലേറ്റിംഗ് പ്ലാൻസ്, എന്തൊക്കെ പ്ലാൻസുകൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുകയാണ് അത്. സ്റ്റെപ്പ് 6 പറഞ്ഞാൽ ഇംപ്ലിമെൻറ്റേഷൻ, അത് കൃത്യമായി നടപ്പിലാക്കുക. പിന്നെ 7 ആ നടപ്പിലാക്കിയ കാര്യങ്ങൾ നേരെ നടക്കുന്നുണ്ടോ, കോൺസെൻട്രേറ്റ് നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇവാലുവേഷൻ പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയുണ്ട്, ഉഷാറാണോ എന്ന് സെറ്റ് ചെയ്യുക, അതാണ് അതിൽ. പിന്നെ ഹെൽത്ത് കമ്മിറ്റീസ് ഇൻ ഇന്ത്യ, സോക്കി കമ്മിറ്റി, അങ്ങനത്തെ കുറച്ച് കമ്മിറ്റികളെ കുറിച്ച് പറയുന്നുണ്ട്. ബോരെ കമ്മിറ്റി പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ്, പ്രധാനപ്പെട്ട മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നത് കമ്മിറ്റിയാണ്. പിന്നെ മുദാലിയാർ കമ്മിറ്റി 1962 രൂപം കൊണ്ടുള്ള. പിന്നെ ചാദ കമ്മിറ്റി 1963 മിസ്റ്റർ ചാദ, അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ അത് മനസ്സിലാകുന്ന സംഭവങ്ങളാണ്. മുഖർജി കമ്മിറ്റി, പിന്നെ സ്പെഷ്യൽ കമ്മിറ്റി റിവ്യൂ സ്റ്റാഫിംഗ് പാറ്റേൺസ്, അതായത് 1951 രൂപം കൊണ്ടതാണ്. പിന്നെ ജാഗ്വാല കമ്മിറ്റി 1967. അങ്ങനെ കുറച്ച് കമ്മിറ്റികളെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, വായിച്ചു നോക്കുക. ഓക്കെ. പിന്നെ നാഷണൽ ഹെൽത്ത് പോളിസീസിനെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. നാഷണൽ ഹെൽത്ത് പോളിസികൾ പ്രധാനമായിട്ടും പ്രൈമറി ഹെൽത്ത് കെയർ ഫോർ ആൾ എന്ന രൂപത്തിൽ 1978 നാഷണൽ ഹെൽത്ത് കെയർ പോളിസിയാണ്. പിന്നെ 1983 ആൽമ ആക്ട് കോൺഫറൻസ് 1978 പ്രൈമറി ഹെൽത്ത് കെയറിൻ്റെ പ്രധാനം ഉൾപ്പെടുത്തിയ. പിന്നെ ഹെൽത്ത് ബൈ 2000 എല്ലാവർക്കും ഹെൽത്ത് ഉറപ്പിക്കുന്ന സംഭവമാണ് മറ്റേ സംഭവം ഒന്നുള്ളത്. അപ്പോൾ അതിലൂടെ ഈ പ്രധാനപ്പെട്ട ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിലൂടെ സൂചിപ്പിക്കുന്നത്. പിന്നെ നാഷണൽ ഹെൽത്ത് പോളിസി 2002 രൂപം കൊണ്ടുള്ള നാഷണൽ ഹെൽത്ത് പോളിസി. നാഷണൽ ഹെൽത്ത് പോളിസി 2017. അങ്ങനെ വിവിധ കാലങ്ങളിലെ നാഷണൽ ഹെൽത്ത് പോളിസികൾ. നാഷണൽ ഹെൽത്ത് മിഷൻ 2013 രൂപം കൊണ്ടതാണ്. പിന്നെ ആയുഷ്മാൻ ഭാരത് 2018 രൂപം കൊണ്ട സംഭവമാണ്. അതിലൂടെ ഒരു പുതിയൊരു ഹെൽത്ത് പോളിസിയാണ്, അതായത് വെൽനെസ് ആയിട്ടുള്ള സെൻറ്ററുകൾ കൊടുക്കുക. അതായത് മെറ്റേണലായിട്ടുള്ള ഹെൽത്തിനൊക്കെ വേണ്ടിയിട്ട് ധാരാളം ഹെൽത്ത് വെൽനെസ് സെൻറ്ററുകൾ രൂപം കൊണ്ടുക. പിന്നെ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന PMJ എന്ന രൂപത്തിൽ ഒരു ഹെൽത്ത് അഷ്വറൻസ് സ്കീം രൂപം കൊണ്ടു. പിന്നെ പ്രധാനമായിട്ടും ഇപ്പോഴത്തെ കാലത്ത് കറൻറ്റ് വേൾഡിൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഒരു ഡിജിറ്റലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ജനങ്ങൾ അവനവൻ്റെ രോഗങ്ങൾ ഡോക്ടറെ ടെലി കമ്മ്യൂണിക്കേഷനിലൂടെ ജനങ്ങൾ ഡോക്ടറിലേക്ക് എത്തിക്കുക. പിന്നെ ഡോക്ടർ മരുന്ന് കുറിച്ച് കൊടുക്കുക, മരുന്ന് ഇതിലേക്ക് എത്തുക. അങ്ങനത്തെ രൂപത്തിലുള്ളൊരു ഡിജിറ്റലായിട്ടുള്ള രൂപത്തിലേക്ക് ടെലിമെഡിസിൻ രൂപത്തിലേക്ക് രോഗനിർണയവും ചികിത്സയൊക്കെ മാറിയെന്നാണ് പറയുന്നത്. പിന്നെ നീതി ആയോഗിനെ കുറിച്ചാണ് പറയുന്നത്, സ്ട്രക്ചർ ആൻഡ് ഹെൽത്ത് കെയർ ഗവൺമെൻറ് ഇന്ത്യ, അങ്ങനത്തെ സംഭവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം നമ്മളെ പാഠം അവസാനിച്ചിട്ടുണ്ട്. എല്ലാവരും ജസ്റ്റ് കുറേ കാര്യങ്ങൾ അടിച്ചുവിട്ടിട്ടാണ് നമ്മൾ ഏകദേശം പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ നോക്കിയിട്ടുള്ളൂ. എല്ലാവരും ഒന്നും പാടെ നോട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.